നമസ്കാരം സാർ. നമസ്തേ സാർ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു സ്വപ്നമാണ് ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. ഇപ്പോൾ ഇന്നലെ ആ ബില്ല് JPCക്ക് വിട്ടിരിക്കുകയാണ്. ഇന്നലെ അത് സഭയിൽ അവതരിപ്പിച്ചപ്പോൾ, പാർലമെൻറ്റിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോൾ BJPയുടെ തന്നെ 20 MPമാർ ഹാജരായിരുന്നില്ല. ഈ മോഡിയുടെ സ്വപ്നത്തിന് BJPക്കാർക്ക് എതിരുണ്ടോ? എന്താണ് അങ്ങേക്ക് ഇതിലെന്ത് തോന്നുന്നു? ഈ വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ് പ്രശാന്ത്. 20 BJP MPമാർ വിപ്പ് 3 ലൈൻ വിപ്പ് കിട്ടിയതിന് ശേഷവും അച്ചടക്കം കല്ലെ പിളർക്കുന്ന ഉത്തരവുകളായി പ്രഖ്യാപിക്കുന്ന നേതൃത്വമുള്ള ഒരു പാർട്ടിയിൽ 20 MPമാർ വോട്ടിങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ തീർത്തും BJP കേന്ദ്രങ്ങളിൽ അമ്പരപ്പുളവാക്കും. ഇത് നൽകുന്ന സൂചനകൾ നല്ലതുമല്ല. തീർത്തും ഇത് അമ്പരപ്പുളവാക്കുന്ന വാർത്ത തന്നെയാണ്. ഒപ്പം BJPയിൽ ഒരു സമാശ്വാസ വാർത്തയുണ്ട്. പ്രതിപക്ഷത്ത് നിന്ന് 56 പേര് വോട്ടിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചു? അങ്ങനെയുണ്ട്. ഇത് മാധ്യമങ്ങളൊന്നും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 56 പേര് പ്രതിപക്ഷത്ത് നിന്ന് വോട്ടിങ്ങിൽ പങ്കെടുത്തില്ല, വോട്ടിങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുക. അപ്പോൾ അവർ മോഡിയെ സപ്പോർട്ട് ചെയ്യുന്നു വേണമെങ്കിൽ ഇതിനെ തുടർച്ചയായി വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റില്ല. ഇപ്പുറത്ത് 20 പേര് ഇതിനെ എതിർക്കുന്നു എന്ന് വ്യാഖ്യാനിക്കുമ്പോൾ അപ്പുറത്ത് 56 പേർ ഇതിനെ അനുകൂലിക്കുന്നു എന്നും കൂടി വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു. തെറ്റില്ല, ശരിയല്ല. അതാണ് അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത്. അതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും അത് JPCക്ക് പോയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ വലിയ ചർച്ചകൾ നടക്കും. എനിക്ക് അതിനകത്ത് കുറച്ച് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ ഞാൻ സാറിനോട് ഇപ്പോൾ ഒന്ന് ചോദിക്കാം. സാർ അതിനൊന്ന് മറുപടി തന്ന ഉപകാരമായിരുന്നു. ഈ നമ്മളീ പറയുന്ന ഈ വൺ നേഷൻ, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് വലിയ സാമ്പത്തിക നേട്ടം, ലാഭമുണ്ടാക്കും എന്ന് പറയുന്നു. എന്താണ് സാർ അത്? നമ്മുടെ എക്കണോമി $1.93 ട്രില്യൺ എക്കണോമിയാണ്. ലോകത്തെ 5ാമത്തെ വലിയ എക്കണോമിയാണ്. അത് 3ലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 1 മുതൽ 1.5% വരെയാണ് നമുക്ക് നേട്ടം ഉണ്ടാകാൻ പോകുന്നത്, പ്രത്യക്ഷമായും പരോക്ഷമായും. ഇത് ഏകദേശ കണക്കുകളാണ്. അതായത് ഈ $1.93 ട്രില്യൺ 1.5% ലാഭം നമുക്ക് കിട്ടും എന്നാണ് സൂചനകൾ. ചെറിയ തെറ്റുകൾ, വേരിയേഷൻസ് വരാം. ഈ പണം നമുക്ക് 5 വർഷത്തെ സൈക്കിളിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ കൃഷി, ആരോഗ്യം, അടിസ്ഥാന സൗകര്യ വികസനം, കുട്ടികളുടെ പരിപാലനം, പല മേഖലകളിലും ലോങ് ടേമായിട്ട്, ദൂരവ്യാപകമായിട്ട് നമുക്ക് പ്രയോജനകരമായ രീതിയിൽ നിക്ഷേപിക്കാം. അതാണ് ഇതിൻ്റെ പ്രഥമമായിട്ടുള്ള സാമ്പത്തിക പരിഗണന. മറ്റൊന്ന്, നമ്മൾ നിരന്തരം തിരഞ്ഞെടുപ്പുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളീയർ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ്, നമ്മൾ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞു, ഇപ്പോൾ ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നമ്മൾ തദ്ദേശ സ്വയംഭരണ തയ്യാറെടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും നിയമസഭാ ഇലക്ഷൻ വരികയാണ്. അപ്പോൾ നമ്മൾ ഘട്ടംഘട്ടമായ തിരഞ്ഞെടുപ്പുകൾക്കിടയിലുള്ള ഗ്യാപ്പാണ് നമ്മൾ ഓരോ പൗരന്മാരുടെയും ജീവിതം. ഈ ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതല്ലേ, രാഷ്ട്രീയ പാർട്ടികൾ ആരോപണം, പ്രത്യാരോപണങ്ങൾ, വിവാദങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ക്രമസമാധാന പ്രശ്നങ്ങൾ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മാതൃകാ പെരുമാറ്റച്ചട്ടം, കൃത്യമായിട്ട് ആ സമയത്ത് ഭരണം സ്തംഭിക്കുകയാണ്. പോളിസി ഡിസിഷൻസ് പാടില്ല, ഗവൺമെൻറ് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ, അധ്യാപകരെ, പോലീസ്, സുരക്ഷാ സേന അവരുടെ കൃത്യനിർവഹണത്തിൽ നിന്ന് മാറി ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ്. ആ മേഖലകളിൽ ഭരണം സ്തംഭിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നിരന്തരമായ ഭരണസ്തംഭനം, മാക്സിമം എലക്ഷൻസ്, മിനിമം ഗവേണൻസ്, ആ രീതിയിലേക്ക് ഈ ഘട്ടംഘട്ടമായി തെരഞ്ഞെടുപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നില്ല റിപ്പബ്ലിക്കായി 50 മുതൽ 67 വരെ ഈ തെരഞ്ഞെടുപ്പുകൾ ജവഹർലാൽ നെഹ്റു ഒരേ സമയം നടത്തിക്കൊണ്ടിരുന്നതാണ്. അതിലേക്കുള്ള മടക്കയാത്ര മാത്രമാണിത് മോഡി ചെയ്യുന്നത്. അതായത് നെഹ്റുവിൻ്റെ കാലത്ത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അത് പിന്നീട് അതിനൊരു എന്താ പറയുക, അതിനൊരു തടസ്സം, മാറ്റം വരാൻ പല കാരണങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ EMS ഗവൺമെന്റിനെ കാലാവധി എത്തുന്നതിന് മുമ്പ് നെഹ്റു തന്നെ പിരിച്ചുവിട്ടു 59. അപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു. ഇങ്ങനെയുള്ള പല കാരണങ്ങളുണ്ട്. ഈ തെരഞ്ഞെടുപ്പുകൾ ഒരേപോലെ നടക്കാതിരുന്നതിന് കാരണങ്ങളും അവിടെയുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ഒരു ഗവൺമെൻറ് ഇങ്ങനെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ നടന്നു കഴിയുമ്പോൾ ഇടക്കാലത്ത് തീരെ നിവൃത്തിയില്ലാതെ വന്നാലേ സംസ്ഥാന ഗവൺമെൻറ്റുകളെ പിരിച്ചുവിടുകയുള്ളൂ. അങ്ങനെ നമുക്ക് ഒരു തമാശയായിട്ട് അതിനകത്ത് പറയണം. ശരി സാർ, ഇത് നമ്മുടെ ഫെഡറലിസത്തിന് എന്തെങ്കിലും ദോഷം ചെയ്യുമോ ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്? നമ്മുടെ ഭരണഘടന ഫെഡറൽ ആണെന്ന് എങ്ങും പറയുന്നില്ല. 1ാം അനുച്ഛേദത്തിൽ പറയുന്നത് ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നേ ഇല്ല. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്, ഫെഡറലിസം എന്നൊരു വാക്ക് ഭരണഘടനയിലില്ല. എന്നാൽ നമ്മൾ ഒരു ഫെഡറൽ നേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. ഇനി ഈ ഫെഡറലിസം കാത്തു സൂക്ഷിക്കാൻ ഘട്ടംഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണ് ഒരു പ്രതിനിധിയായിട്ട് പറയുന്നത്. അത് അങ്ങനെ പറയാൻ സാധിക്കില്ലല്ലോ. ഇപ്പം ലേറ്റസ്റ്റ് കേട്ട് വരുന്നതെന്ന് പറയുമോ, നമ്മൾ കുറച്ച് ഈ അറ്റൻഷൻ കാച്ചിങ് ഫ്രേസുകൾ, ചില ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടുന്ന പദങ്ങൾ. അതായത് ഫെഡറലിസം തകരുന്നു, ജനാധിപത്യം തകരുന്നു, ഭരണഘടനയുടെ അടിസ്ഥാന
ഘടന തകരുന്നു. ഇതെങ്ങനെ തകരുന്നു 1, 2, 3 എന്ന് പോയിന്റ് ഇട്ടെങ്കിലും പറയുന്നില്ല. കാടടച്ചൊരു പ്രസ്താവനയാണ്. ഇത് തകരുന്നു. ഇതൊരു ക്ലീഷയായിട്ട് മാറിയിരിക്കും. അതായത് സാറേ പുലി വരുന്നേ എന്ന് നിലവിളിക്കുന്നു എന്ന് പറയുന്നില്ല. അതായത് ഇതിനെ കൃത്യമായ 1, 2, 3 പോയിന്റ്സ് പറഞ്ഞ് പൊതുജനങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു, ദോഷകരമായി സ്വാധീനിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് പറയുന്ന ഒരു സ്ഥിര മറുപടിയായിട്ട് ഇതിനെ എടുത്താൽ മതി. സാർ, മറ്റൊരു പ്രധാനപ്പെട്ടൊരു ചോദ്യം, ഈ പ്രതിപക്ഷത്തു നിന്ന്, ഇപ്പോൾ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഒരുപാട് കക്ഷികൾ ചേർന്നൊരു മുന്നണിയാണ്. അതിനകത്ത് ഒരുപാട് പ്രാദേശിക പാർട്ടികളുണ്ട്. അവരെല്ലാവരും ഒന്നൊഴിയാതെ പറയുകയാണ് ഇത് പ്രാദേശിക പാർട്ടികളെ തകർക്കാനുള്ളൊരു നീക്കമാണ് മോഡി നടത്തുന്നത്, ഇത് ഞങ്ങളെ ഇല്ലാതാക്കാനാണ് ശ്രമം. എന്താണ് അങ്ങേക്കത്? ഇത് നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു പരിഷ്കാരമാണ് നടപ്പാക്കാൻ പോകുന്നത്. ഭരണഘടനയിലാണ് നമുക്ക് നമ്മുടെ ജനാധിപത്യം വേണമെന്നും തെരഞ്ഞെടുപ്പിനെ കുറിച്ചും അനുച്ഛേദം 82-ലും 83-ലും 172-ലുമാണ് ഈ പാർലമെന്റിന്റെയും നിയമസഭയുടെയും ഒക്കെ ഡ്യൂറേഷൻ പറയുന്നത്. അവിടെയൊക്കെയാണ് ഭേദഗതി വരാൻ പോകുന്നത്. അല്ലാതെ പ്രാദേശിക പാർട്ടികൾ എത്ര എണ്ണം ഉണ്ടാവണമെന്ന് ഭരണഘടന എവിടെയും നിഷ്കർഷിക്കുന്നില്ല. എത്ര ദേശീയ പാർട്ടികൾ ഇവിടെ ഉണ്ടാവണമെന്ന് എവിടെയും ഭരണഘടന നിഷ്കർഷിക്കുന്നില്ല. നമുക്ക് ഈ പ്രാദേശിക പാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ തൊട്ട അയൽപക്കത്തുള്ള തമിഴ്നാട്ടിൽ കരുണാനിധിയുടെ ഒരു പാർട്ടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനാണ് ആ പാർട്ടി കൈമാറിയത്. അതിൻ്റെ അനന്തരാവകാശിയായിട്ട് ഉദയനിധി സ്റ്റാലിന് കൊടുത്തിരിക്കുന്നു. അവരുടെ ഐഡിയോളജി നമ്മളൊക്കെ ദ്രാവിഡരാണ് എന്നുള്ളതാണ് ഐഡിയോളജി. അവരെ എതിർക്കുന്ന കക്ഷിയുടെ പേരും AIDMK, മറ്റേത് DMK. രണ്ടും ദ്രാവിഡ, ആ ഒരു ഐഡിയോളജിയിൽ പോകുന്നതാണ്. ഇങ്ങനെയുള്ള പാർട്ടികൾ വേണമെന്ന് ഭരണഘടന എവിടെയും പറയുന്നില്ല. വടക്കേ ഇന്ത്യയിലേക്ക് വന്ന അച്ഛൻ യാദവ്, മകൻ യാദവ്, UP-യിലും ബീഹാറിലും. അപ്പോൾ ഇത് ഭരണഘടന എവിടെയും രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ഉണ്ടാവണം, അവരെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് ഭരണഘടനയുടെ ബോധറേഷൻ അല്ല അതൊന്നും. ഇതൊക്കെ വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ശരി സാർ, അങ്ങ് പറഞ്ഞ പ്രാദേശിക പാർട്ടികളുടെ കാര്യത്തിൽ അത് ഒരു യുക്തിസഹമായ മറുപടിയാണ്. ഇത് വോട്ടർമാരിൽ, നമ്മൾ പാർട്ടികളെയൊക്കെ വിടാം, നമുക്ക് വോട്ടർമാരിലേക്ക് വരാം. വോട്ടർമാരിൽ ഇതൊരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുമോ? ഈ സംസ്ഥാന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം ഒരുമിച്ച് നടത്തുന്നു. ഉദാഹരണത്തിന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആര്, നിയമസഭയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആര്. ചിലപ്പം ഇപ്പം മുന്നണി രാഷ്ട്രീയമൊക്കെ ഉള്ളതുകൊണ്ട് ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന ഒരു UDF-ൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരിക്കും. നിയമസഭയിലേക്ക് അതേ വോട്ടർ വോട്ട് ചെയ്യേണ്ടത് പിന്നെ UDF-ൽ ചിലപ്പോൾ മുസ്ലിം ലീഗായിരിക്കും മത്സരിക്കുന്നത്. അപ്പോൾ ഇതൊരു ആശയക്കുഴപ്പം സൃഷ്ടിക്കില്ലേ സാർ? ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ളൊരു പരിശ്രമം ഇതിനകത്തുണ്ട് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നതിൽ വാസ്തവമില്ലേ? അത് പ്രതിപക്ഷത്തിന് ഇവിടുത്തെ വോട്ടർമാരെ പുച്ഛത്തോടെ കാണുന്നതാണ്. വോട്ടർമാരിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടും വോട്ടർമാരെ അവർ പരമ പുച്ഛത്തോടെ കാണുന്നു എന്നാണ് ഇത് അർത്ഥമാക്കേണ്ടത്. അതായത് വോട്ടർമാർക്ക് വിവരമില്ല എന്നാണ് പ്രതിപക്ഷം. അതുകൊണ്ടല്ലേ അങ്ങനെ പറയുന്നത്. അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട നാളുകൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ നമ്മൾ പൊതുവെ മോശക്കാരെന്ന് നമ്മൾ താരതമ്യം ചെയ്ത് മേനിനടിക്കുന്ന UP-യും ബീഹാറും ഉൾപ്പെടെ കോൺഗ്രസിനെ നിലംപരിശാക്കി. ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയെയും വോട്ട് ചെയ്ത് തോൽപ്പിച്ച് വടക്കേ ഇന്ത്യക്കാർ. പക്ഷെ അന്ന് നമ്മുടെ കേരളം ദേശീയധാരയ്ക്കെതിരെ നിന്നു. നമ്മുടെ വോട്ടിംഗ് പാറ്റേൺ എപ്പോഴും ദേശീയ ഫീലിംഗ് ധാരയ്ക്കെതിരാണല്ലോ. അപ്പോൾ ഇനിയും ഇത് ഒരു തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടക്കുമ്പോൾ സംസ്ഥാന വിഷയവും കേന്ദ്ര വിഷയവും തമ്മിൽ കൂട്ടിക്കുഴച്ച് എല്ലാ വോട്ടും കൂടെ ഒരിടത്ത് ചെയ്തു പോകും എന്ന് ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടുത്തെ വോട്ടർമാരിൽ അവർക്ക് വിശ്വാസമില്ല, അവരെ പരമ പുച്ഛത്തോടെ കാണുന്നതാണ്. ഇത് ജനം തിരിച്ചറിഞ്ഞ് ഇത്തരം പ്രസ്താവനകൾക്ക് തക്ക മറുപടി കൊടുക്കണം. ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത്. ശരി സാർ, വോട്ടർമാരുടെ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം അങ്ങനെ ഉണ്ടാകില്ല എന്നാണ് അങ്ങ് വാദിക്കുന്നത്. അങ്ങയുടെ അത് മറുപടിക്ക് സാങ്കത്യമുണ്ട്. ഇതിനകത്ത് ഈ ഭരണഘടനാ ഭേദഗതികൾ വരില്ലേ? അത് വേണ്ടി വരില്ലേ ഇതിനകത്ത്? ഈ നെഹ്റു വാസ്തവത്തിൽ അങ്ങ് പറഞ്ഞു തുടക്കത്തിൽ 1950 മുതൽ 67 വരെ നെഹ്റു പിന്തുടർന്ന നയമാണ്. അതിന് പിന്നീടൊരു മാറ്റം വന്നു, ശരിയാണ്. പക്ഷേ ആ മാറ്റത്തിൽ നിന്നും നമ്മൾ മടങ്ങിപ്പോകുന്നതിന് വീണ്ടും ഒരു നിയമനിർമ്മാണം അല്ലെങ്കിൽ നിയമ ഭേദഗതി ആവശ്യമുണ്ടോ? മൈനർ ഭരണഘടനാ ഭേദഗതികളാണ് ഈ പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ച രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയിലെ ലോകം കണ്ട ഏറ്റവും വലിയ നിയമജ്ഞനുണ്ട്, ഹരീഷ് സാൽവെ. അദ്ദേഹം ഇതിലൊരു അംഗമാണ്. അദ്ദേഹത്തിനെ പോലുള്ളവരുടെ ഇൻപുട്സ് ഒക്കെ എടുത്തിട്ടാണ് ഈ പ്രപ്പോസൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ മൈനർ അമെൻമെന്റ്സ് മാത്രമേ വേണ്ടി വരുള്ളൂ. അനുച്ഛേദം 82, 83, 172. വാസ്തവത്തിൽ ഈ ഭരണഘടനയെ അട്ടിമറിക്കുന്നു, വലിയ ഭേദഗതി വരുമെന്നൊക്കെ ഈ പ്രതിപക്ഷം പറയുന്നത് ശുദ്ധ നുണയാണെന്ന് പറയേണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പ് നടത്തി ഇവിടെ ഭരണകൂടം വരുമ്പോൾ എങ്ങനെയാണ് ഭരണഘടന അട്ടിമറിക്കപ്പെടുന്നത്? കൊള്ളാം, നല്ല രസമാണ് പറയണം. അതുപോലെ തന്നെ നമ്മുടെ ജനപ്രാതിനിധ്യ നിയമം, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട്, അതിലൊരു ഭേദഗതി വേണ്ടിവരും. അങ്ങനെയുള്ള ഭേദഗതികൾ മാത്രമേ ചെറിയ ഭേദഗതികൾ ആവശ്യമുള്ളൂ. അപ്പൊ ഇത് JPC-യിൽ തന്നെ ചർച്ച ചെയ്തൊരു സമവായം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും സമവായം ഉണ്ടായാലേ ഇത് മുന്നോട്ട് പോവുള്ളൂ. ഈ പറയുന്ന ഇന്നിപ്പോ 3-2 ഭൂരിപക്ഷം വേണമെന്നാണ്. പക്ഷെ സഭയില് BJP-ക്ക് 20 MP-മാര് കുറവായിരുന്നു, പ്രതിപക്ഷത്തുനിന്ന് 56 MP-മാർ, ഏതാണ്ട് അതിന്റെ ഇരട്ടി 2 ഇരട്ടിയോളം വരും. അവര് BJP അനുകൂലിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്.
എന്തായാലും ശരി സാർ, ഈ കാര്യത്തിൽ മോഡിയുടെ സ്വപ്നം BJP പ്രകടന പത്രികയിൽ എന്താ പറയുക, ആദ്യ 5 വാഗ്ദാനങ്ങളിൽ ഒന്ന്, അങ്ങനെ തന്നെ നമ്മൾ പറയേണ്ടി വരും. BJP വളരെ പ്രാധാന്യത്തോടെ മുന്നോട്ട് വെച്ച ഒരു കാര്യമാണ് ഈ 1 നേഷൻ 1 ഇലക്ഷൻ, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. ഇതിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതിന് ഈ പറയുന്നത് പോലെ ഭാവിയിൽ എന്തെങ്കിലും ഒരു വെല്ലുവിളി ഈ പറയുന്നത് പോലെ BJPയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ ഭാഗത്തുനിന്ന് നേരിടേണ്ടി വരുമോ? അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ഈ മാറ്റം ഒരു തുടക്കമാണ്. ഈ തുടക്കത്തിൽ എന്തെങ്കിലും പാളിച്ചകളുണ്ടെങ്കിൽ വീണ്ടും മാറ്റങ്ങൾ വരുത്താമല്ലോ. ഇപ്പം നമ്മുടെ ഭരണഘടനയുടെ ഒരു ഫ്ലെക്സിബിലിറ്റി അതാണല്ലോ. ഇത് ഏറ്റവും കൂടുതൽ ഭരണ സുസ്ഥിരതയും വികസനവും മുൻനിർത്തിയുള്ള ഒരു വലിയ ഭരണഘടന കാൽവയ്പ്പാണ്. ഇതിൽ പാളിച്ചകളോ മാറ്റങ്ങളോ വേണമെങ്കിൽ വീണ്ടും മാറ്റം വരുത്താമല്ലോ. തീർച്ചയായും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചേഞ്ചിനെ, ഈ മാറ്റം തുടക്കത്തിന് സ്വാഗതം ചെയ്യണം. ഇത് അനിവാര്യമാണ്, അപ്രതിരോധ്യവുമാണ്. നമുക്ക് വലിയ സാമ്പത്തിക നേട്ടം തരുന്ന ഒരു വലിയ തോതിൽ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ കഴിയുന്ന ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പിനെ നമ്മുടെ ഭരണപക്ഷം അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം JPCയിൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. JPCയിൽ ഒരു സമവായം ഉണ്ടായാൽ നല്ലത്, അല്ല JPCയിൽ നിന്ന് അത് വീണ്ടും തിരിച്ച് JPCയിൽ നിന്ന് എന്തായാലും തീർച്ചയായിട്ടും പാർലമെൻറ്റിലേക്ക് അത് വരാതിരിക്കില്ല. നമുക്കതിനെ കാത്തിരിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. സമവായത്തിലൂടെ മാത്രമേ നടപ്പാക്കാനുണ്ടാവൂ. സമവായം ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കാം. ശരി.